കർഷക സമരവുമായി ബന്ധപ്പെട്ട എല്ലാ അക്കൗണ്ടുകളും പോസ്റ്റുകളും നീക്കം ചെയ്യാൻ സമൂഹ മാധ്യമമായ എക്സിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിയോജിപ്പുകളോടെ ഈ നിർദ്ദേശം അംഗീകരിക്കുന്നു എന്നാണ് എക്സ് അറിയിച്ചിരിക്കുന്നത്. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, ഒന്നാം സമരത്തിലും കർഷകരുടെ സമരത്തിലും സമാനമായ നിലപാട് തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എക്സ് പറയുന്നത് എന്താണ്? കർഷക സംഘടനകളുടെ എന്തെങ്കിലും പ്രതികരണം വന്നിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസമാണ് എക്സിന് സർക്കാർ നിർദ്ദേശം നൽകിയത്. ചില അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ ചില പോസ്റ്റുകൾ നീക്കം ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് സർക്കാർ നൽകിയത്. ഇതിൽ സർക്കാരിനെതിരെയുള്ള ചില നീക്കങ്ങളാണ് ഉള്ളത് എന്നുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സിന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത്. ഇതിനോട് വിയോജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തൽക്കാലം ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ സർക്കാർ എക്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. 177 അക്കൗണ്ടുകളാണ്, അതായത് കർഷക സമരവുമായി ബന്ധപ്പെട്ട 177 അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാനാണ് അല്ലെങ്കിൽ തടസ്സപ്പെടുത്താനാണ് ഇപ്പോൾ നിർദ്ദേശമുള്ളത്. അത് ഞങ്ങൾ അനുസരിക്കുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പ്, വിയോജിപ്പ് ഞങ്ങൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നും എക്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.